മഴ പെയ്താൽ യാത്രാ പ്രതിസന്ധിയായിരുന്നു പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര, കാവശ്ശേരി പഞ്ചായത്തുകളിൽ താമസിക്കുന്നവർക്ക്. തകർന്ന് തരിപ്പണമായ റോഡും മംഗലപ്പുഴ നിറഞ്ഞൊഴുകുമ്പോൾ തെന്നിലാപുരം പാലം വെള്ളത്തിനടിയിലാകുന്നതുമാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നത്. എന്നാൽ ഇരട്ടക്കുളം വാണിയമ്പാറ റോഡും തെന്നിലാപുരം പാലവും നവീകരിച്ചതോടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി. തകർന്നു തരിപ്പണമായിരുന്നു ദേശീയപാതയിലെ ഇരട്ടക്കുളത്ത് നിന്ന് വാണിയമ്പാറയിലേക്ക് പോകുന്ന റോഡ്. മാത്രമല്ല, കാലവർഷമായാൽ ഈ റോഡിലൂടെയുള്ള ഗതാഗതവും നിലയ്ക്കും. കാരണം മംഗലപ്പുഴ നിറഞ്ഞു കവിഞ്ഞാൽ തെന്നിലാപുരം പാലവും വെള്ളത്തിനടിയിലാകും. 2020 തരൂർ മണ്ഡലത്തിലെ അന്നത്തെ MLA കൂടിയായ മന്ത്രി AK ബാലന്റെ സാന്നിധ്യത്തിൽ പൊതുമരാമത്ത് മന്ത്രി G സുധാകരൻ നിർമ്മാണങ്ങൾക്ക് തുടക്കമിട്ടത്. 2024 9.78 കോടി രൂപ ചെലവിട്ട് പുതിയ പാലവും സമീപ റോഡുകളും പൂർത്തിയായി. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് റോഡും പാലവും നാടിന് സമർപ്പിച്ചത്. ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്ന് നാട്ടുകാർ പറഞ്ഞു. നല്ല രീതിയിൽ തുറന്നു, റോഡ് പണി നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് തീർത്തു തന്നു. നേരത്തെ ആകുമ്പോൾ പാലം നിറഞ്ഞ് വെള്ളമൊക്കെ പോകും. അപ്പോൾ ഞങ്ങൾ വടക്കഞ്ചേരി ഏറ്റക്കുളം പിടിച്ച് വടക്കഞ്ചേരി ചുറ്റിയിട്ട് വേണം മഞ്ഞപ്പുറയ്ക്കും ഇങ്ങോട്ടൊക്കെ വരെ. ഇതിപ്പോൾ സ്കൂളിലേക്ക് പോകണമെങ്കിലും കുട്ടികൾ പാലത്തിൻ്റെ അപ്പുറത്ത് സ്കൂളിൽ പോകാൻ ചുറ്റി വരണം. അപ്പോൾ ഇത്രയും നമുക്ക് പാലവും റോഡ് പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് എത്താമല്ലോ. 5 മിനിറ്റ് കൊണ്ട് പോകണത് ഇല്ലെങ്കിൽ നമുക്ക് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സമയം എടുക്കും. പാലക്കാടുള്ളവർക്ക് തൃശ്ശൂരിലേക്ക് ദേശീയപാത വഴി പോകണമെങ്കിൽ വലിയ തുക ടോൾ കൊടുക്കണം. ദേശീയപാത ഇരട്ടക്കുളത്ത് നിന്ന് വാണിയമ്പാറ വഴി ടോൾ നൽകാതെ തൃശ്ശൂരിലേക്കും തിരിച്ചും സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ ഈ റോഡിലൂടെ സാധിക്കും. യാത്രക്കാർ ഇതിൽ ടോള് അവിടെ കൊടുക്കാൻ മടിയായിട്ട് പിന്നെ ഇതിൽ പോകാൻ നല്ല റൂട്ടാണ്. ഇതിൽ വാണിയമ്പാറ വെച്ചിട്ട് പിന്നെ അങ്ങനെ തൃശ്ശൂർ പോവാം. വലിയൊരു ടോള് ഒഴിവാക്കി ടോള് എന്തായാലും ഒഴിവാക്കി. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ റോഡും പാലവും നിർമ്മാണം പൂർത്തീകരിച്ചത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.